ഹായ് കൂട്ടുകാരെ, എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ സാധാരണ വരെ കൃഷിപ്പണിയൊക്കെ ആയിട്ടാണ് കൃഷി എടുക്കുന്നത്, അല്ലെങ്കിൽ വിളവെടുക്കുന്നത്, അല്ലെങ്കിൽ പൂക്കളൊക്കെ കാണിക്കലാണ്. എന്നാൽ ഇന്ന് ഞാൻ വരുന്നത് ഫുഡായിട്ടാ. എന്താണ് ഈ ചക്ക അങ്ങനെ കാണിച്ച് കൊതിപ്പിക്കുന്നതല്ലേ? ഇന്ന് ഞാൻ ഈ പഴുത്ത ചക്കയെ കൊണ്ട് ചക്ക വട ഉണ്ടാക്കാൻ പോവുക. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒന്ന് ചക്കയാ, പഴുത്ത ചക്ക. ഈ പഴുത്ത ചക്ക രണ്ട് തരം ഉണ്ട് കേട്ടോ. ഒന്ന് വരിക്കച്ചക്ക ഉണ്ട്, വേറൊന്നാണെങ്കിൽ ഞങ്ങൾ പഴഞ്ചക്ക എന്നാ പറയാ, അതുണ്ട്. ഇത് വരിക്കച്ചക്ക കേട്ടോ, നല്ല മധുരമുള്ള വരിക്കച്ചക്കയാണ്. ഈ വരിക്കച്ചക്ക പഴുത്തേനെ പല കളറിലും ഉണ്ട്. കട്ട ചോപ്പുണ്ട്, ഇളം മഞ്ഞുണ്ട്. ഇതൊരു സൈസ് മഞ്ഞയാ, ക്യാമറയിൽ ഇത് തീരെ കളർ കാണുന്നില്ല. അതാണ് ഇത്. അപ്പൊ ഈ ചക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സാധനങ്ങളൊക്കെ പ്രധാനമായും വേണ്ടത് പഴുത്ത ചക്ക. പിന്നെ ഇതെന്താണെന്നറിയോ? ഇതാണ് കറുപ്പ ഇല എന്ന് പറയും. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാന്ന് അറിയില്ല. ഇടലയില്ലേ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടു. കറുപ്പ മരത്തിൽ നിന്ന് പറിക്കുന്ന ഇലയാണിത്. പിന്നെ വെല്ലം ഉരുക്കണം, നെയ്യ് വേണം, തേങ്ങ വേണം, അരിപ്പൊടി, ഏലം ഞാൻ പൊടിച്ചെടുത്തതാണ്, ചെറിയ ജീരകം, നല്ല ജീരകം അതും കുറച്ച് വേണം, ഉപ്പ് വേണം, അപ്പച്ചെമ്പ് വേണം, എല്ലാം വേണം നമുക്ക് ചക്കവട ഉണ്ടാക്കണമെങ്കിൽ. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ചക്ക ഒന്ന് മിക്സിയിലിട്ടൊന്ന് നൈസായിട്ടൊന്ന് അരക്കട്ടെ കേട്ടോ. അരച്ചിട്ട് കാണിച്ചു തരാം. ഒന്ന് മിക്സിയിലിടട്ടെ, ജാറിൽ എല്ലാം കൂടെ ഒന്നിച്ച കൊള്ളോ നോക്കട്ടെ. ഈ ചക്ക ഞാൻ അരക്കുമ്പോൾ അക്കൂട്ടത്ത് തന്നെ ജീരകം ഇടുന്നുണ്ട് കേട്ടോ. ജീരകം എൻ്റെ ഇത് പൊടിക്കാത്തതാണ്, ഏല പൊടിച്ചതാ. ഏല ഞാൻ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയതാ. അപ്പൊ അത് ഞാൻ കുറച്ചൊരു കുപ്പിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഉണങ്ങ ജീരകം ഇടട്ടെ. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ ഞാൻ ജീരകം കൂട്ടിയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. പാത്രത്തിലേക്ക് മാറ്റി വെല്ലം ഉരുക്കിയതാ ഒഴിക്കുന്നത് കേട്ടോ. കല്ല് പോവണം, അല്ലെങ്കിൽ നമ്മൾ അട തിന്നുമ്പോ കല്ല് കടിക്കും. ഒന്ന് ഉരുക്കാൻ വെച്ചത്. ഈ അരച്ചെടുത്ത ചക്കയിലേക്ക് തേങ്ങ ചിരകിയില്ല. തേങ്ങ എത്ര ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണല്ലോ, അതിന് പ്രത്യേക അളവൊന്നുമില്ല. ഏലപ്പൊടി, ജീരകം അരവിൽ ചേർത്തിട്ടുണ്ടല്ലോ ചക്ക അരച്ചപ്പോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ്. ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇടട്ടെ. ഇത് പുട്ടുംപൊടിയല്ല, ഇത് നൂൽപുട്ടിന്റെ ഒക്കെ പത്തിരിന്റെ ഒക്കെ ആ രീതിയിലുള്ള പൊടിയായത്, അങ്ങനത്തെ പൊടിയായത്. ഞാൻ ഒരരസേർ എടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇതിന് നെയ്യ് ആവശ്യമുള്ളവർ മാത്രം മതി. ചിലർക്ക് നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടൂല. അപ്പൊ നെയ്യ് ഇടുന്നത് നല്ലൊരു ടേസ്റ്റ് ആണ് ഇഷ്ടപ്പെടുന്നവർക്ക്. വെല്ലം ഉരുകിയിട്ടുണ്ട്. നമുക്ക് ചൂടോടെ തന്നെ അരിപ്പ ഉപയോഗിച്ച് ഒഴിക്കാം. ആ ചൂട് തന്നെ അങ്ങ് ഒഴിക്കാം. ഇതാ കുഴച്ചിട്ട് ഈ ഒരു ലൂസിന് ഇതാ ഇങ്ങനെ കിട്ടണം. കുറച്ചൊരു ലൂസ് വേണം, എന്നാലേ ഇത് ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തുമ്പോഴൊക്കെ ഒന്ന് പരക്കാനും ഒന്ന് സോഫ്റ്റ് കിട്ടാനും ഒക്കെ നല്ലത്. ഈ ഇലയിലാട്ടോ, ഈ ഇല ഞങ്ങളിവിടെ പറയുന്നത് കറുപ്പ ഇല എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ ഇപ്പൊ യൂട്യൂബ് നോക്കിയൊക്കെ ഈ ഇലന്റെ പേര് കണ്ടുപിടിച്ച എടന ഇല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. എടന ഇല ആയിരിക്കും എല്ലാവർക്കും തിരിയുന്നത്. ഞങ്ങളിവിടെ കറുപ്പ ഇല. അപ്പച്ചെമ്പ് അടുപ്പത്ത് വെച്ച് ഇനി ആവുന്നത് ഇങ്ങനെ ഇട്ടാ സംഭവം നല്ല ടേസ്റ്റ് മണക്കുന്നുണ്ട് ഇപ്പം തന്നെ. എല്ലാം ചേർത്തുന്നല്ലോ, വെല്ലം, നെയ്യ്, തേങ്ങ, നല്ല ജീരകം, ചക്ക പഴുത്തത്. ഈ ഇലക്കന്റെ പ്രത്യേകമാണ് കേട്ടോ, കറുപ്പ ഇലക്ക്. ഇനിയും ഇടട്ടെ. ആവുന്നത് ഇട്ടാലേ സമയം വേസ്റ്റ് ആവില്ലല്ലോ. ഇനി മൂടി വെക്കട്ടെ. ഇനിയും ഉണ്ട്, അത് കഴിഞ്ഞ് ലാസ്റ്റ് കാണിക്കാം. ഇതാ ഫുള്ളായിട്ട് ഇട്ടു. ഒരു അരമണിക്കൂർ വേണ്ടി വരും ഇത് വേവാന്. അടച്ചു വെക്കട്ടെ. ഇനി വെന്തിട്ട് കാണാം.
മണിക്കൂർ കഴിഞ്ഞു. ഇതാ ചക്ക അട റെഡി ആയിട്ടുണ്ട്, അടിപൊളി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം, ഓരോ ഇല എടുത്ത് നോക്കാം. ഇതാ ചക്ക അട പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന്റെ ഇലകളൊക്കെ ഒന്ന് മാറ്റട്ടെ, ഇത് നമുക്ക് നോക്കാം. ഇതാ ഇലയൊക്കെ എടുത്ത് മാറ്റി, നല്ല സൂപ്പർ ചക്ക അട. ഇനി എല്ലാരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ ചക്കന്റെ സീസണാണ്. എല്ലാരും ഒരുവിധ സ്ഥലത്തൊക്കെ ഇപ്പം ചക്ക പഴുത്തിട്ടുണ്ട്. ചക്ക പഴുത്തത് കിട്ടുമ്പോ ഇങ്ങനെയൊക്കെ അടയൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.